കേരളത്തിൽ BSc നേഴ്സിംഗ് അഡ്മിഷൻ നോക്കുന്ന എല്ലാ കുട്ടികളുടെയും പേരൻസിന്റെ സംശയമാണ്, നീറ്റിന്റെയോ കീമിന്റെയോ അണ്ടറിലാണോ അതിന്റെ ബേസിലാണോ നമുക്ക് നേഴ്സിംഗ് അഡ്മിഷൻ കിട്ടുന്നതെന്നുള്ളത്. എന്നാൽ അങ്ങനെയല്ല, നമുക്ക് +2 മാർക്കിന്റെ ബേസിലാണ് കേരളത്തിൽ നേഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കുന്നത്. ഓക്കെ, ഇതുവരെ ഒരു എൻട്രൻസ് കാര്യങ്ങൾ അനൗൺസ് ചെയ്തിട്ടില്ല. ഈ വർഷവും +2 മാർക്കിന്റെ ബേസിൽ തന്നെയാണ് അഡ്മിഷൻ പ്രൊസീജിയർ നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, മുൻകാലങ്ങളിൽ എത്ര പെർസെൻറ്റേജ് മാർക്കുള്ള കുട്ടികൾക്കാണ് കേരളത്തിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യുക. ഇപ്പം LBSന്റെ അണ്ടറിലും അല്ലെങ്കിൽ PNC മാക്കിന്റെ അണ്ടറിലും മാനേജ്മെന്റ് സീറ്റ് ആണെങ്കിലും എത്ര പെർസെൻറ്റേജ് മാർക്കുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ലഭിച്ചതെന്നുള്ളത് മുൻ വർഷങ്ങളിൽ നോക്കിയിട്ട് നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം നമ്മുടെ ഇപ്പോഴത്തെ പെർസെൻറ്റേജ് വെച്ച് നമ്മുടെ +2 മാർക്ക് വെച്ചിട്ട് നമുക്ക് കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട, എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങളുടെ നേഴ്സിംഗ് അഡ്മിഷൻ്റെ പ്രൊസീജിയേഴ്സ് നേരത്തെ തുടങ്ങാം. ഓക്കെ, അപ്പോൾ കേരളത്തിലെ സീറ്റുകളുടെ എണ്ണം അറിയാലോ, ഏകദേശം ഒരു 7500 സീറ്റുകളാണ് നമ്മുടെ കേരളത്തിൽ വരിക. അതിനു വേണ്ടിയിട്ട് അപേക്ഷിക്കുന്ന കുട്ടികളുടെ എണ്ണം തന്നെ ഏകദേശം 80,000-90,000 മുകളിൽ വരുന്നുണ്ട് ഓരോ വർഷവും. അപ്പം അത് മനസ്സിലാക്കുക. കഴിഞ്ഞ വർഷങ്ങളുടെ രീതി വെച്ചിട്ട് നമുക്ക് നമ്മുടെ മാർക്കിന് ഈ സീറ്റ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടോ എന്നും കൂടി നമ്മൾ ഉറപ്പുവരുത്താം. ഓക്കെ, അപ്പം എന്തെങ്കിലും സംശയങ്ങൾ നേഴ്സിംഗുമായിട്ട് ബന്ധപ്പെട്ട് GNMുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അലിഗഡ് ഹെൽത്ത് സയൻസ് പോലുള്ള കോഴ്സുകളായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ താഴെ കാണുന്ന നമ്പറിൽ നമ്മളോട് കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ ടീം നിങ്ങളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ അഡ്മിഷൻസ് അവർ കൺഫേം ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ.